ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ ഒരു മാന്ത്രിക കാട്ടിലെ ഡെയ്സി എന്നു പേരുള്ള ഒരു കുഞ്ഞു ഡ്രാഗന്റെ കഥയാണ്. നിങ്ങൾ തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരു മാന്ത്രിക കാടുണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞു ഡ്രാഗൺ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ഡെയ്സി. എല്ലാ ഡ്രാഗണുകളെയും പോലെയല്ല, അവൾ വളരെ പാവവും എല്ലാവർക്കും അവൾക്ക് അവളുടെ കൂട്ടുകാരെ സഹായിക്കുന്നതായിരുന്നു വളരെ ഇഷ്ടമുള്ള കാര്യം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കാം. എല്ലാ ദിവസവും അവൾ അവളുടെ മാന്ത്രിക ശ്വാസത്തിലൂടെ ആ കാട് വളരെ മനോഹരമാക്കും. അവിടെ പൂക്കൾ വിരിയിക്കും, വഴിയറിയാത്ത മൃഗങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കും. കൂടാതെ ആ കാട്ടിലെ നക്ഷത്രങ്ങളെല്ലാം വളരെ പ്രകാശിതമാക്കും. താങ്ക് യു ഡെയ്സി. ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയറിയാതെ കഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി. പേടിക്കണ്ട അണ്ണാ കുഞ്ഞെ, ഞാനിവിടെ ഉണ്ടല്ലോ. ഡെയ്സി, ഈ കാട് വളരെ ഇരുട്ട് മൂടിയിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പേടിക്കണ്ട സുഹൃത്തെ, ഈ കാട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണും. അങ്ങനെ ഡെയ്സി ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ പറന്നു നീങ്ങി. അപ്പോൾ അവൾ ഒലിവർ എന്ന മൂങ്ങയെയും ടീന എന്ന ആമയെയും കണ്ടുമുട്ടി. അവർ ഡെയ്സിക്ക് വളരെ വിലയേറിയ ഉപദേശം നൽകി. മൂങ്ങ പറഞ്ഞു, നീ ആ സ്വർണ്ണ പൂവ് കണ്ടെത്തണം. അതിന് ആ വെളിച്ചം കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. ആമ പറഞ്ഞു, ഡെയ്സി, നീ ഒരു കാര്യം ഓർമ്മിക്കണം. ആ സ്വർണ്ണ പൂവ് ദയയും ധൈര്യമുള്ളിടത്തേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടെ സുഹൃത്തുക്കളുമായി ഡെയ്സി പോയി ആ സ്വർണ്ണ പൂവ് കണ്ടെത്താൻ. അങ്ങനെ അവൾ ആ സ്വർണ്ണ പൂവ് കണ്ടെത്തി. ഒരു ഒളിഞ്ഞിരിക്കുന്ന പുൽമേടയിൽ അവൾ ആ പൂവിനടുത്തേക്ക് പോയി. അപ്പോൾ ആ സ്വർണ്ണ പൂവ് പതിയെ പ്രകാശിക്കാൻ തുടങ്ങി. നമ്മൾ അത് കണ്ടെത്തി സുഹൃത്തുക്കളെ. ആ സ്വർണ്ണപ്പൂവ് നമ്മൾ കണ്ടെത്തി. നമ്മുടെ കാട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന സ്വർണ്ണപ്പൂവ് നമ്മൾ കണ്ടെത്തി. അങ്ങനെ ഡെയ്സിയും കൂട്ടുകാരും ആ സ്വർണ്ണ പൂവ് കൊണ്ട് ഇരുണ്ട മേഘങ്ങൾ മൊത്തം മായ്ച്ചു കളഞ്ഞു. അങ്ങനെ ആ കാട്ടിൽ സന്തോഷവും സമൃദ്ധിയും വീണ്ടും വന്നു. എല്ലാ മൃഗങ്ങളും ഡെയ്സിയോട് നന്ദി പറഞ്ഞു. നന്ദി ഡെയ്സി, നന്ദി ഡെയ്സി. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ദയയും ധൈര്യവും ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.